ലേറ്റസ്റ്റ് ടെക്നോളജീസ് അന്വേഷിക്കുന്ന ആളുകൾ മുഴുവൻ ഇപ്പോൾ ചൈനയിലാണ്. വർഷാവർഷം 2 തവണ കെൻഡോൺ ഫെയർ നടക്കുന്ന വലിയ ഹാളുകളാണിത്. 1957 മുതൽ തുടങ്ങിയ കെൻഡോൺ ഫെയറിന്റെ 138ാമത്തെ വേർഷനിൽ ഇത്തവണ ഞാനും വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ചൈനയിൽ വീണ്ടും കൂട്ടി നമ്മൾ ദുബായിൽ മാത്രമല്ല ഇവിടെ റോബോട്ടിക്സിന്റെ ഏരിയയിൽ ഞാൻ കണ്ട ഒരു സെക്യൂരിറ്റി ഡിവൈസ് ആണ് ഇത്. പോലീസിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ടൗണിൽ ഒരു അക്രമി കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തോക്ക് ഉപയോഗിച്ചിട്ടോ അക്രമം കാണിക്കുന്നു വിചാരിക്കും, അയാൾക്ക് നേരെ മനുഷ്യർ തിരിച്ചാക്രമിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പരിക്ക് പറ്റിയേക്കാം അല്ലെ. അവിടെയാണ് ഈ ഒരു സാധനം ആ അക്രമിയെ ലൊക്കേറ്റ് ചെയ്തിട്ട് അയാളെ ഇടിച്ച് നിരപ്പാക്കും, നേരെ പോയിട്ട് ഇടിച്ച് നിരപ്പാക്കും. അങ്ങനെയുള്ള സാധനം ഇത്. പിന്നെ നമ്മുടെ ഡയറക്ടർ ശങ്കറിനെയൊക്കെ സമ്മതിക്കണം. വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെ നടക്കുന്ന റോബോട്ടുകളൊക്കെ ഭാവിയിൽ വരുന്ന പുള്ളിക്കാരൻ ചിന്തിച്ചില്ലേ? പറഞ്ഞാൽ കേൾക്കാത്തൊരു സാധനം അനുസരണ പോലെ ഫ്ലിപ്പ് നേരത്തെ ജമ്പ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പൊ ജമ്പ് ചെയ്ത് സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്ന റോബോട്ടുകൾ, കോഫി ഉണ്ടാക്കി തരുന്ന റോബോട്ട്, കോഫിയിൽ നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് തരുന്ന റോബോട്ട്, അങ്ങനെ റോബോട്ടിക്സിന്റെ ഒരു ലോകം തന്നെ ഈ ഒരു പവലിയനിലുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്റെ ഒരു സംഭാവന. അവതാർ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, മനുഷ്യൻ ചെയ്യുന്നത് പോലെയൊക്കെ റോബോട്ട് ചെയ്യുന്നത്, അതിന്റെ കൺട്രോൾ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ ഈ ചങ്ങാതി ചെയ്യുന്നത് പോലെ തന്നെ ഈ റോബോട്ടിന്റെ ഹാൻഡ്സ് ചെയ്യുന്നതാണ്. അയാൾ എന്തൊക്കെ അപ്പുറത്തും ചെയ്യുന്നോ അതുപോലൊക്കെ ഈ റോബോട്ട് ഇപ്പുറത്തും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആൻഡ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ, മുട്ടുവേദനയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് AI സപ്പോർട്ടോട് കൂടി നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഈ കാണുന്നത്. പിന്നെ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ, കാർപ്പറ്റും പബ്ലിക് പ്ലേസുകളൊക്കെ വളരെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്ന ഡിവൈസുകൾ. നീ എന്തോ കാണിക്കുന്ന ഭാവത്തിൽ എന്നോട് വെക്കുന്നത്. ഉയരം കൂടിയ ബിൽഡിങ്ങുകളിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ പറന്ന് നിന്ന് അതിന്റെ സോഴ്സ് കണ്ടെത്താനും നഗരമധ്യത്തിലെ ട്രാഫിക് അപ്ഡേറ്റുകൾ നൽകാനൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ഡിവൈസാണിത്. ഹോസ്പിറ്റലുകളിൽ സർജറി നടത്തുന്ന ഒരു ഡിവൈസാണിത്. ആൻഡ് ടോയ് റോബോട്ടുകളാണ് ഈ കാണുന്നത്. അങ്ങനെ റോബോട്ടുകളുടെ ഒരു മായാലോകം. ആ ലോകത്തിൽ നിന്ന് തൽക്കാലം സൈനിങ് ഓഫ് RJ സൂരജ്. നെക്സ്റ്റ് വീഡിയോ കാണണേ. താങ്ക് യു സോ മച്ച്.